നമസ്കാരം. ഇന്ത്യയിലെ അറിയപ്പെടുന്ന സംഖ്യയാണ് നിതിൻ ഗഡ്കരി. RSSന്റെ ആസ്ഥാന മന്ദിരം സ്ഥിതി ചെയ്യുന്ന നാഗ്പൂർ മണ്ഡലത്തിന്റെ പ്രതിനിധി, 100% ഹിന്ദുത്വവാദി. ഇന്ത്യ ഭരിക്കുന്നത് BJP എന്ന ഹൈന്ദവ രാഷ്ട്രീയ സംഘടനയായതുകൊണ്ട് RSSന്റെ ഉത്തരവിൻ പ്രകാരം BJP കേന്ദ്രമന്ത്രിയാക്കിയ ഈ സംഘപ്രവർത്തകൻ കേരളത്തിൽ സ്വകാര്യ സന്ദർശനത്തിനായി എത്തിയപ്പോൾ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, സംഘികളുടെ ആജന്മശത്രു പിണറായി വിജയൻ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലേക്ക് എളിമ താഴ്മ ബഹുമാനത്തോടെ ഗഡ്കരിയെ ക്ഷണിച്ച് ഉച്ചയൂണ് നൽകി സൽക്കരിച്ചു. കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി നൽകിയ ഉച്ചയൂണിലെ പപ്പടം സംഘി കേന്ദ്രമന്ത്രിക്ക് ശിബോധിച്ചു എന്നാണ് അറിവ്. ഗഡ്കരി സംഘി കേന്ദ്രമന്ത്രി, സന്ദർശനം ഔദ്യോഗികം അല്ല. പിണറായി വിജയൻ വിപ്ലവ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി, ക്ലിഫ് ഹൗസ് ഔദ്യോഗിക വസതി, ഉച്ചയൂണ് സൽക്കാരം, സ്വകാര്യ കൂടിക്കാഴ്ച. എന്തിനായിരുന്നു? അത്രയും അവിടെ നിൽക്കട്ടെ. ഇനി നാനൊരു കഥ സൊല്ലട്ടുമാ. കൊല്ലം MP NK പ്രേമചന്ദ്രൻ ഇന്ത്യയിലെ മികച്ച പാർലമെന്റേറിയന്മാരിൽ ഒരാളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് വരെ വളരെ ഇഷ്ടമുള്ളൊരു യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ്. ഒരിക്കൽ പാർലമെന്റ് സമ്മേളനത്തിലെ ലഞ്ച് ബ്രേക്ക് ടൈമിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രേമചന്ദ്രൻ സഖാവിനെ തൻ്റെ ഒപ്പം ഉച്ചയൂണിനായി ക്ഷണിച്ചു. MP അഭിമാനത്തോടെ ആഹ്ലാദത്തോടെ അത് സ്വീകരിച്ചു. പാർലമെന്റ് ക്യാൻറ്റീനിലെ ഓപ്പൺ ഹാളിൽ മറ്റു പല രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുമുള്ള MPമാരോട് ഒരുമിച്ചിരുന്ന് പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചയൂണ് കഴിച്ചു. ഉച്ചയ്ക്ക് ശേഷം തുടർന്ന പാർലമെന്റ് സമ്മേളനത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ജനകീയമല്ലാത്ത നിലപാടുകളെയും പ്രധാനമന്ത്രിയെയും NK പ്രേമചന്ദ്രൻ രൂക്ഷമായ ഭാഷയിൽ വിമർശിക്കുകയും ചെയ്തു. അപ്പോൾ പ്രധാനമന്ത്രി കരുതി കാണും, എൻ്റെ ചോറും വാങ്ങി കഴിച്ചിട്ട് എനിക്ക് തന്നെ പണി തരുന്ന മലയാളി MP. പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം ഊണ് കഴിച്ച പടങ്ങൾ പത്രങ്ങളിൽ അടിച്ചു വന്നു, ടെലിവിഷൻ ചാനലുകളിൽ കാണിച്ചു. സ്വാഭാവികം, ദാ വരുന്നു സൈബർ പോരാളികൾ. BJP-കാരനായ പ്രധാനമന്ത്രിക്കൊപ്പം ഇരുന്ന് ഊണ് കഴിച്ച NK പ്രേമചന്ദ്രന് അയിത്തം ഊരുവിലക്ക്. NK പ്രേമചന്ദ്രനെ സംഘിയാക്കി കഴിഞ്ഞു. മാത്രമല്ല, ഊണിന്റെ ഒപ്പം കാവി നിറത്തിലുള്ള ക്യാരറ്റ് ഉപ്പേരിയും ഉണ്ടായിരുന്നു. അത് RSSന്റെ കൊടിയുടെ നിറമാണ്. ഊണിനൊപ്പം പായസമുണ്ടായിരുന്നു. അത് ബൂർഷ്വാ ഭക്ഷണമാണ്. ഇത് രണ്ടും പ്രേമചന്ദ്രൻ കഴിച്ചു. നവദൃശ്യ മാധ്യമങ്ങളിൽ സൈബർ സഖാക്കൾ അഴിഞ്ഞാടി. കേരള രാജ്യത്ത് പ്രതിഷേധ റാലികൾ, പന്തം കൊളുത്തി പ്രകടനം, MP-യുടെ കോലം കത്തിക്കൽ തുടങ്ങിയ CPM സ്ഥിരം രാഷ്ട്രീയ കലാപരിപാടികൾ. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ, ആ ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കൊപ്പം ഇരുന്ന് ഊണ് കഴിച്ചതിന് പ്രേമചന്ദ്രൻ MPയെ കാവി പുതപ്പിച്ചു CPM പരനാറികൾ. ആ വാക്ക് എവിടെയോ കേട്ടിട്ടുണ്ട്. ഇത്രയും അവിടെ നിൽക്കട്ടെ. നയ കഹാനിമേം ആ ജായക. ഗഡ്കരിയെ കണ്ട ചിറ്റപ്പന്റെ അവസ്ഥ ഇപ്പോൾ അയയിലിട്ട കോണകം പോലെ ആയിരിക്കുന്നു. ഈ സംഘ നേതാവിനെ പോയി കണ്ട് പൊളിറ്റിക്കൽ ഡീൽ ഉറപ്പിക്കാൻ പറഞ്ഞു വിട്ട പിണറായിക്ക് ചിറ്റപ്പനെ ആലുവ മണപ്പുറത്ത് കണ്ട പരിചയം പോലും ഇപ്പോഴില്ല. അല്ല, നമ്മുടെ സംശയം ഇതൊന്നുമല്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കൊപ്പം ഔദ്യോഗികമായി ഓപ്പൺ പാർലമെന്റ് ക്യാൻറ്റീനിൽ മറ്റ് പല പാർട്ടി MPമാർക്കൊപ്പം ഊണ് കഴിച്ച NK പ്രേമചന്ദ്രൻ സംഘി. വളരെ സ്വകാര്യമായി കേരളത്തിലെത്തിയ സംഘ്യമന്ത്രിയായ ഗഡ്കരിയെ ക്ലിഫ് ഹൗസിൽ ക്ഷണിച്ചു കൊണ്ടുപോയി രഹസ്യമായി സമൃദ്ധ സദ്യ കൊടുത്ത പിണറായി വിജയൻ അപ്പോൾ ആരാണ്? ഇനി ചില ചോദ്യങ്ങൾ കേരളത്തിലെ അന്തംഗമ്മികളോടാണ്. നെറ്റിയിൽ ഒരു ചന്ദനക്കുറിയിട്ടാൽ, പ്രാർത്ഥനയ്ക്കൊന്ന് ക്ഷേത്രം സന്ദർശിച്ചാൽ, രാമമന്ത്രം ജപിക്കുന്നത് ഉത്തമമെന്ന് പറഞ്ഞു പോയാൽ, ഹിന്ദു സമ്മേളന വേദിയിൽ ആശംസയർപ്പിച്ചാൽ, അവരെയൊക്കെ സൈബർ ആക്രമണം നടത്തി കൊന്ന് കൊല വിളിച്ച് സംഘികളാക്കുന്ന RSS ഈ നാടിനാപത്തായ ഹിന്ദുവർഗീയ സംഘടനയെന്ന് നാഴികയ്ക്ക് 40 വട്ടം അലറിക്കരയുന്ന കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സഖാക്കളിൽ നട്ടലുള്ള, ആണത്തമുള്ള, ചങ്കുറപ്പുള്ള ഒരാളെങ്കിലും ഉണ്ടോ സംഘ നേതാവായ ഗഡ്കരിക്ക് പിണറായി വിജയൻ സദ്യ സൽക്കാരം നൽകിയത് തെറ്റായിപ്പോയി എന്ന് വിളിച്ചു പറയാൻ? പോളിറ്റ് ബ്യൂറോ അംഗം കൂടിയായ പിണറായി വിജയനെതിരെ നടപടിയെടുക്കണമെന്നൊരു ചെറു കുറിപ്പെഴുതാൻ ഇല്ല. അത് വിവേകമുള്ള കേരള ജനതയ്ക്ക് അറിയാം. കാരണം അന്തം കമ്മികളെന്നും അടിമകൾ തന്നെയാണ്. നഗ്നനായ രാജാവിൻ്റെ അടിമകൾ. ജയ് ശ്രീറാം.
അത് വേണ്ട. ലാൽ സലാം അതും വേണ്ട. ജയ് ശ്രീ ലാൽ സലാം.